ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഡയലോഗ് ഒരു വട്ടം വായിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര ഈസി ആയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ചെറിയ ടെക്നിക്കുകൾ കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. ചിലതുണ്ട്, അത് നിങ്ങൾ തനിയെ കണ്ടുപിടിക്കുന്ന ലാലേട്ടൻ പറയുന്നു എന്ന് ഒന്നിലും പറയുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഇഷ്ടമുള്ള രണ്ട് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലുക്കവും യോധയാണ്. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് പിന്നെ ആ ഒരു കോംബോ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തൊരു നല്ല കോംബോയായിരുന്നു അവർ രണ്ടുപേരുടെ. കിലുക്കത്തിലെ യോധയിലേക്ക് കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഒനിലിനോട്. അമ്പിളിച്ചേട്ടൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നഷ്ടമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ എത്ര പ്രാവശ്യമാണ് കിലുക്കവും യോധയൊക്കെ കണ്ടിട്ടുള്ളത്. എൻ്റെ പാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ആ കാസറ്റ് കൊണ്ടുവരും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇട്ട് സ്ഥിരമായിട്ടിങ്ങനെ കാണുമായിരുന്നു ഞാനെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചപ്പോൾ നമുക്കിവിടെ ഉണ്ടാവാൻ പറ്റിയത് നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് ഒനിൽ പറയുന്നുണ്ട്. ഷാനവാസും പറയുന്നുണ്ട്, അയ്യോ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് നമ്മൾ ഇവിടെ ആയത്. അതിലെ ആ പറഞ്ഞത് തന്നെ കറക്റ്റല്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരു കൺഗ്രാജുലേഷൻസ് ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ അത് കാണുന്ന പോലും ഇല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പറയുമല്ലയോ, നമുക്ക് പറയാനൊരു ചാൻസ് കിട്ടിയതല്ലയോ. ഒനിൽ പറയുകയാണ്, കൺഗ്രാജുലേഷൻസ് ലാലേട്ട. പിന്നെ ഇവിടെ വന്നാൽ മാത്രം പോരാ, ഈ ഒരു അവാർഡ് സമയത്ത് ഇവിടെ നിൽക്കാനും ഈ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനും നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരിക്കണം. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഔട്ടായി പോയിരുന്നെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടോ? ഷാനവാസ് പറയുകയാണ്, ഇവിടുന്ന് പോയവർക്കാർക്കും ഈ ഭാഗ്യം കിട്ടിയില്ലല്ലോ, നമുക്ക് കിട്ടിയില്ലേ, നമുക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ ഒനിൽ പറയാണ്, അതാണ് നാളെ ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുമെന്ന് ഒനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കാതെ പറയണം, അതേ ഇനി മാർഗ്ഗമുള്ളൂ, മുഖത്ത് നോക്കി പറയേണ്ട അവസ്ഥയാണെന്ന് ഷാനോ. കഴിഞ്ഞ വീക്കിൽ ഒരു ടാസ്കിൽ പോലും പങ്കെടുക്കാത്ത ആൾക്കാർ വരെ ഇവിടെയുണ്ട്. പിന്നെ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് കാരണങ്ങളൊന്നുമില്ലെന്നും ചിരിച്ചുകൊണ്ട് ഒനിൽ പറയുന്നുണ്ട്. 2 വോട്ട് വന്നു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരുമെന്ന് ഒനിലും ഷാനവാസും പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും 2 വോട്ട് കാണും, നോമിനേഷനിൽ വരും, ഞാനൊക്കെ ഉറപ്പായിട്ട് നോമിനേഷനിൽ വരുമെന്ന് ഒനിലും പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഓപ്പൺ നോമിനേഷൻ ആകുമ്പം 2 വോട്ട് കിട്ടിക്കഴിയുമ്പം പിന്നീടുള്ളവരെല്ലാവരും അടുത്ത ആളുടെ പേര് പറയും. അങ്ങനെ മൊത്തത്തിലുള്ളവർ നോമിനേഷനിൽ വരാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. ഇങ്ങേ തലയ്ക്കുന്ന് തുടങ്ങി അങ്ങേ തലയ്ക്കിൽ എത്തുമ്പോഴത്തേന് ഇൻഫ്ലുവൻസ്ഡ് ആവുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആരും രക്ഷപ്പെടില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അവനുള്ളതായി, ഇനി അടുത്തവനെ നോക്കാമെന്ന് എല്ലാവരും കരുതും.